വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ റേഷ്യോസ് പാർട്ട് 4 ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് മാസ്റ്റർ ക്ലാസ് സീരീസിൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന എപ്പിസോഡ് 11th വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ കോർ പാർട്ടായിട്ടുള്ള ഫൈനാൻഷ്യൽ റേഷ്യോസ് ആണ്. ഇത് 4 പാർട്ടായിട്ടാണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. 3 പാർട്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഫൈനാൻഷ്യൽ റേഷ്യോസുകളെ ഡിസ്കസ് ചെയ്യുന്ന ഫൈനൽ പാർട്ട് ആയിരിക്കും. അങ്ങനെ ഓരോ പാർട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഡെഫിനിഷൻ പറഞ്ഞാണ് നമ്മൾ തുടങ്ങാറ്. ഇവിടെയും നമ്മൾ ആ പതിവ് തെറ്റിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ എന്താണ് ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഡെഫിനിഷൻ നമ്മളിവിടെ നോക്കിയാൽ, ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് ഈസ് എ മെത്തേഡ് ഓഫ് അസസിങ് എ കമ്പനീസ് ഫൈനാൻഷ്യൽ ഹെൽത്ത് ബൈ കമ്പയറിങ് കീ ഫിഗേഴ്സ് ഫ്രം ഇറ്റ്സ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു മെഷർ ദ പെർഫോമൻസ് ആൻഡ് സ്റ്റെബിലിറ്റിയാണ്. അതായത് ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് അസസ് ചെയ്യുന്നു അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നു എന്ത് യൂസ് ചെയ്തുകൊണ്ട്, ആ കമ്പനിയുടെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ചില കീ ഫിഗേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ പെർഫോമൻസും സ്റ്റെബിലിറ്റിയും മെഷർ ചെയ്യുന്നു. ഓൾ ഓവർ മറ്റ് കമ്പനിയായിട്ട് കമ്പയർ കൂടി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 ഇമ്പോർട്ടൻ്റ് ടൈപ്സ് ഓഫ് ഫൈനാൻഷ്യൽ റേഷ്യോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂഷൻ റേഷ്യോ, തേർഡ് വൺ എന്ന് പറയുന്നത് ലിവറേജ് അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ, നാലാമത്തത് ലിക്വിഡിറ്റി റേഷ്യോ ആണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, സെക്കൻഡ് മാർക്കറ്റ് വാല്യൂഷൻ റേഷ്യോ, തേർഡ് ലിവറേജ് റേഷ്യോ അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ നമ്മളെന്താണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ഫണ്ടമെൻ്റൽ അനാലിസിസ് എപ്പിസോഡ്സുകളും നമ്മളൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മളുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ആകെ ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മളുടെ ലാസ്റ്റ് ഫൈനാൻഷ്യൽ റേഷ്യോ ആയിട്ടുള്ള ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. അതുകൊണ്ട് തന്നെ സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇവിടെ മുകളിൽ ഐക്കാർഡിൽ നമ്മളുടെ ഈ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് സീരീസിൻ്റെ ലിങ്ക് വരും. നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു T4T. അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ലിക്വിഡിറ്റി റേഷ്യോസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് എന്താണ് ഈ ലിക്വിഡിറ്റി എന്നുള്ള ഈ ഒരു ടേം ഫൈനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളൊന്ന് പറയാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഫൈനാൻഷ്യലി അല്ലെങ്കിൽ ഫൈനാൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ലിക്വിഡിറ്റി എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു അസറ്റിനെ ശ്രദ്ധിച്ച് കേട്ടോ, ഒരു അസറ്റിനെ നമ്മൾ ക്യാഷാക്കി കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. ഒരു അസറ്റ് ക്ലാസ്സിനെ നമ്മൾ കാശാക്കി മാറ്റുന്നു അല്ലെങ്കിൽ നമ്മൾ അതിനെ വിറ്റൊഴിയുന്നതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു അസറ്റിനെ നമ്മൾ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അസറ്റുകൾ ഏതൊക്കെ ഉണ്ടാവും? ഹൈ ലിക്വിഡിറ്റി അസറ്റ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഓക്കെ, ഹൈ ലിക്വിഡിറ്റി അസറ്റ് ക്ലാസ് ഉണ്ടാവും, ലോ ലിക്വിഡിറ്റി അസറ്റ് ക്ലാസ് ഉണ്ടാവാം, അതുപോലെ മോഡറേറ്റ് ലിക്വിഡിറ്റി അസറ്റ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റിയുടെ ബേസിൽ അസറ്റ്സ് ഹൈ ലിക്വിഡിറ്റി അസറ്റ് ക്ലാസ്, ലോ ലിക്വിഡിറ്റി അസറ്റ് ക്ലാസ്, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഈ ഹൈ ലിക്വിഡിറ്റി അസറ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമ്മളുടെ ലാർജ് ക്യാപ്പ് സ്റ്റോക്സ്, നമ്മളുടെ ബ്ലൂ ചിപ്പ് സ്റ്റോക്സ്, നമ്മളുടെ ഗവൺമെൻറ് ബോണ്ടുകൾ, ഇതൊക്കെ എന്താണ് ഹൈ ലിക്വിഡിറ്റി അസറ്റ് ക്ലാസ്സുകളാണ്. ഇതെപ്പോഴും വാങ്ങാൻ ആളുകളുണ്ട്, അതുകൊണ്ട് നമുക്ക് എപ്പോഴും വിറ്റൊഴിയാം. ഓക്കെ, അത് ക്യാഷായി കൺവേർട്ട് ചെയ്യാൻ സുഖമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒറ്റ ക്ലിക്കിൽ നമുക്ക് എന്താവാം, ആ ഒരു അസറ്റ് ക്യാഷാക്കി മാറ്റാം. ഇനി ലോ ലിക്വിഡിറ്റി അസറ്റ് ക്ലാസ്സുകൾ ഏതൊക്കെയാണ്? നമ്മളുടെ റിയൽ എസ്റ്റേറ്റ്സ്, നമ്മളുടെ പെന്നി സ്റ്റോക്സ്, ലോ റേറ്റഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ബോണ്ടുകൾ, ഇതൊക്കെ എന്താണ് ലോ ലിക്വിഡിറ്റി അസറ്റ് ക്ലാസ് ആണ്. അത് പെട്ടെന്ന് കാശാക്കി മാറ്റാൻ നമുക്ക് കഴിയില്ല, അത് സാവധാനേ കഴിയും. ഓക്കെ, അപ്പോൾ എന്താണ് ലിക്വിഡിറ്റി എന്നുള്ളതിൻ്റെ ആ ഒരു ടേം ഫൈനാൻഷ്യലി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ലിക്വിഡിറ്റി റേഷ്യോ എന്നുള്ള നമ്മളുടെ ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ 3 ആയിട്ട് നമ്മൾ ഭാഗിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഡെഫിനിഷൻ നമ്മൾ നോക്കിയാൽ, ലിക്വിഡിറ്റി റേഷ്യോസ് ഷോസ് ഹൗ ഈസിലി എ കമ്പനി ക്യാൻ പേ ഇറ്റ്സ് ഷോർട്ട് ടേം ബിൽസ് യൂസിങ് ഷോർട്ട് ടേം അസറ്റ്സ്. അതായത് സിമ്പിളാണ്, ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഷോർട്ട് ടേം അസറ്റ്സ്
ഒരു കമ്പനിയുടെ ഷോർട്ട് ടേം അസറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ആ കമ്പനിയുടെ ഷോർട്ട് ടേം ബിൽസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ലയബിലിറ്റീസ് കമ്പനിക്ക് ഈസിലി കവർ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോയിലൂടെ നോക്കുന്നത്. അതായത് കമ്പനീസിന് ലോങ് ടേം ലയബിലിറ്റീസും ഉണ്ടാവും, ഷോർട്ട് ടേം ലയബിലിറ്റീസും ഉണ്ടാവും. പെട്ടെന്ന് കൊടുത്ത് തീർക്കേണ്ട ബാധ്യതകളും ഉണ്ട്, സാവധാനം കൊടുത്ത് തീർക്കേണ്ട ബാധ്യതകളും ഉണ്ട്. ഇവിടെ ഈ ഷോർട്ട് ടേം ബിൽസ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഷോർട്ട് ടേം ബിൽസ് എന്ന് ഉദ്ദേശിച്ചത് ഷോർട്ട് ടേം ലയബിലിറ്റി, പെട്ടെന്ന് കൊടുത്ത് തീർക്കേണ്ട ബാധ്യതകൾ. അപ്പോൾ ഒരു കമ്പനിക്ക് പെട്ടെന്ന് കൊടുത്ത് തീർക്കേണ്ട ബാധ്യതകൾ ആ കമ്പനിയുടെ ഷോർട്ട് ടേം അസറ്റ്സ് വെച്ചും കൊണ്ട് അത് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കുന്നതാണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. നമ്മളുടെ സെക്കൻഡ് ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ലിക്വിഡിറ്റി റേഷ്യോസ് മെഷേഴ്സ് കമ്പനീസ് എബിലിറ്റി ടു കൺവേർട്ട് അസറ്റ് ഇൻ ടു ക്യാഷ് ടു മീറ്റ് ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻ. നമ്മൾ ഫസ്റ്റ് വണ്ണിൽ പറഞ്ഞതുപോലെയാണ്, ഒരു കമ്പനിക്ക് കമ്പനിയുടെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ, അതും എന്താണ്? നമ്മളുടെ ഷോർട്ട് ടൈം ലയബിലിറ്റിയാണ്. അത് കമ്പനിയുടെ അസറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് എത്ര പെട്ടെന്ന് അത് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന എബിലിറ്റിയാണ് ആക്ച്വലി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. നമ്മളുടെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡിറ്റി റേഷ്യോ ടെൽ ഹൗ സ്ട്രോങ് എ കമ്പനി ഈസ് മാനേജിങ് ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ നീഡ്. അതായത് ഒരു കമ്പനി ആ കമ്പനിയുടെ ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ നീഡ്സ് എത്ര പെട്ടെന്ന് മാനേജ് ചെയ്യുന്നു എന്നതുകൂടിയാണ് ലിക്വിഡിറ്റി റേഷ്യോ നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഓൾ ഓവർ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്? സിമ്പിളാണ്. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ്, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ കറണ്ട് ലയബിലിറ്റി, അതായത് കമ്പനിയിൽ വരുന്ന നമ്മളുടെ പെട്ടെന്ന് അടച്ചു തീർക്കേണ്ട ബാധ്യതകൾ ആ കമ്പനിയുടെ ഷോർട്ട് ടേം അസറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് പെട്ടെന്ന് തന്നെ അത് പേ ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ പറ്റില്ലേ എന്ന് നോക്കുന്ന റേഷ്യോ ആണ് ആക്ച്വലി നമ്മളുടെ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റി റേഷ്യോ. നമുക്കിവിടെ മെയിൻലി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലിക്വിഡിറ്റി റേഷ്യോസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്വിക്ക് റേഷ്യോ ആണ്. അപ്പോൾ എന്താണ് നമ്മളുടെ ലിക്വിഡിറ്റി റേഷ്യോ നിങ്ങൾ മനസ്സിലാക്കി. ലിക്വിഡിറ്റി റേഷ്യോസ് 2 ടൈപ്പായിട്ടുണ്ട്. കറണ്ട് റേഷ്യോ എന്നും ക്വിക്ക് റേഷ്യോ എന്നും പറഞ്ഞിട്ട് 2 ടൈപ്സ് ഉണ്ട്. അതിൽ നമ്മൾ ആദ്യം കറണ്ട് റേഷ്യോ നോക്കും, പിന്നെ നമ്മൾ ക്വിക്ക് റേഷ്യോ നോക്കും. ഇത് നമ്മളെന്താണ് സ്ക്രീനറിൽ പോയിട്ട് ഓരോ കമ്പനീസും ആ കമ്പനിയുടെ പിയേഴ്സ് അല്ലെങ്കിൽ ആ കമ്പനീസിൻ്റെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് പ്രോപ്പറായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ചെയ്യും. അങ്ങനെ വാട്ട് ഈസ് കറണ്ട് റേഷ്യോ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണോ ലിക്വിഡിറ്റി റേഷ്യോയിൽ നമ്മൾ പറഞ്ഞ ഡെഫിനേഷൻ, ആ സെയിം ഡെഫിനേഷൻ തന്നെയാണ് നമുക്ക് കറണ്ട് റേഷ്യോയിലും പറയാനുള്ളത്. അപ്പോൾ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ദ കറണ്ട് റേഷ്യോ മെഷേഴ്സ് എ കമ്പനീസ് എബിലിറ്റി ടു പേ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻ യൂസിങ് ഷോർട്ട് ടൈം അസറ്റ്സ്. അതായത് ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻ, ഈ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ലയബിലിറ്റീസ് ആണ് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അതായത് കമ്പനി ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ കൊടുത്ത് തീർക്കേണ്ടതായിട്ടുള്ള ബാധ്യതകൾ, അതാണ് ഷോർട്ട് ടേം ലയബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ്, അതായത് ഒരു കൊല്ലത്തിൻ്റെ താഴെ കൊണ്ട് അടച്ചു തീർക്കേണ്ടതായിട്ടുള്ള ബാധ്യതകൾ ആ കമ്പനിയുടെ ഷോർട്ട് ടേം അസറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റുമോ പറ്റില്ലേ എന്ന് നോക്കുന്നതാണ് ആക്ച്വലി കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് മീൻ ചെയ്യുന്നത് എന്താണ്? ക്യാൻ ദ കമ്പനി പേ ഇറ്റ്സ് നെക്സ്റ്റ് 1 year എക്സ്പെൻസ് യൂസിങ് ഇറ്റ്സ് അസറ്റ്സ് ഇറ്റ് ഓൾറെഡി ഓൺസ്. അതായത് കമ്പനി ഇപ്പം ഓൺ ചെയ്യുന്ന കമ്പനിയുടെ ഷോർട്ട് ടേം അസറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് നെക്സ്റ്റ് 1 yearലേക്ക് അടച്ചു തീർക്കേണ്ട ബാധ്യതകളെല്ലാം ആ കമ്പനിക്ക് അടച്ചു തീർക്കാൻ വേണ്ടി പറ്റുമോ പറ്റില്ലേ എന്ന് മനസ്സിലാക്കുന്ന റേഷ്യോ ആണ് ആക്ച്വലി കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത്, ദ ഫോർമുല ഓഫ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പം നമുക്ക് എന്താണ് കറണ്ട് അസറ്റ്, അതുപോലെ എന്താണ് കറണ്ട് ലയബിലിറ്റി എന്നൊന്ന് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് നമുക്ക് അസറ്റ്സും ലയബിലിറ്റീസും നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ അസറ്റ്സ് നമുക്ക് 2 തരത്തിലുണ്ട്, കറണ്ട് അസറ്റ്സ് എന്നും നോൺ കറണ്ട് അസറ്റ്സ് എന്നും. അതായത് അസറ്റ്സിനെ നമ്മൾ 2ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്, കറണ്ട് അസറ്റ് എന്നും നോൺ കറണ്ട് അസറ്റും. ഇതിൽ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റുന്നതിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഷോർട്ട് ടേം അസറ്റ്സ് ആണ്.
നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കമ്പനിയുടെ ലോങ് ടേം അസറ്റ്സ്, അതായത് ഒരു കൊല്ലത്തിന് മുകളിലെടുക്കും ആ കമ്പനിയുടെ അസറ്റ്സ് ക്യാഷാക്കി മാറ്റാൻ എന്നുള്ളതിനെയാണ് നമ്മൾ നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലയബിലിറ്റി സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കറണ്ട് ലയബിലിറ്റി എന്നും നോൺ കറണ്ട് ലയബിലിറ്റി എന്നും. ഇവിടെ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ലയബിലിറ്റി മീൻസ് കമ്പനിയുടെ ബാധ്യതകളാണ്. ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ അടച്ചു തീർക്കേണ്ടതായിട്ടുള്ള ബാധ്യതകളെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻ, ഷോർട്ട് ടൈം ലയബിലിറ്റി എന്നൊക്കെ പറയുന്നത്. നമ്മളുടെ നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ആ ബാധ്യതകൾ അടച്ചു തീർക്കാനായിട്ട് കമ്പനിക്ക് ഒന്നോ ഒന്നിലധികമോ കൊല്ലം എടുക്കും. അതിനെയാണ് നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിവിടെ കറണ്ട് അസറ്റ്സുകളെ കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് കറണ്ട് അസറ്റുകൾ? ക്യാഷ് ഈക്വലൻസ്, അക്കൗണ്ട് റെസിവബിൾ, ഷോർട്ട് ടൈം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇൻവെൻട്രി അല്ലെങ്കിൽ സ്റ്റോക്സ്, ഇതൊക്കെയാണ് ആക്ച്വലി കറണ്ട് അസറ്റ്സിൽ വരുന്നത്. ഇതല്ല, ഇതിനേക്കാൾ കൂടുതലും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോൺ കറണ്ട് അസറ്റ്സുകളിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? കമ്പനീസിൻ്റെ നോൺ കറണ്ട് അസറ്റ്സുകളിൽ നോക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, അതുപോലെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ കമ്പനീസിൻ്റെ വെഹിക്കിൾസ്, ഇതൊക്കെ കമ്പനിയുടെ ലോങ് ടേം അസറ്റ്സ് ആണ്. ഇതിനെ നോൺ കറണ്ട് അസറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലയബിലിറ്റിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലയബിലിറ്റീസ് ഏതൊക്കെയാണ്? അക്കൗണ്ട് പേയബിൾ, ഷോർട്ട് ടൈം ലോണ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ, ബിൽസ് പേയബിൾ, ഇതൊക്കെയാണ് കമ്പനീസിൻ്റെ കറണ്ട് ലയബിലിറ്റി കാറ്റഗറിയിൽ വരുന്നത്. നെക്സ്റ്റ് നോൺ കറണ്ട് ലയബിലിറ്റി നോക്കുകയാണെങ്കിൽ എന്താണ്? ലോങ് ടൈം ബോറോയിങ്സ്, ലോങ് ടൈം പ്രൊവിഷൻസ്, അതുപോലെ എംപ്ലോയി ബെനിഫിറ്റ് ഒബ്ലിഗേഷൻസ്, ലീസ് ലയബിലിറ്റി, ഇതെല്ലാമാണ് ആക്ച്വലി നോൺ കറണ്ട് ലയബിലിറ്റീസിൽ വരുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താവും എല്ലാം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ബാലൻസ് ഷീറ്റ് ആ ഒരു റീഡിങ് ആ ഒരു സെഷനിൽ നമ്മൾ പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണ്, പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡെഫിനിഷൻ വരുന്നത് എന്താണ്? കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഏതൊക്കെയാണ്? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയുമാണ്. ഇവിടെ നമ്മൾ നോൺ കറണ്ട് അസറ്റ്സും നോൺ കറണ്ട് ലയബിലിറ്റിയും നമ്മൾ എടുക്കുന്നില്ല. ബിക്കോസ് ഓഫ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ കമ്പനീസിൻ്റെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് കമ്പനിക്ക് ഷോർട്ട് ടൈം അസറ്റ്സ് വെച്ച് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഗോട്ട് ഇറ്റ്? അങ്ങനെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് റേഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് നോക്കുക? ഇവിടെ ഒരു കമ്പനിയുടെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. അതുപോലെ കമ്പനിയുടെ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അതായത് കമ്പനിയുടെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 2 lakh റുപ്പീസാണ്. അതുപോലെ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 1 lakh റുപ്പീസാണ്. അപ്പോൾ കറണ്ട് റേഷ്യോ നമ്മൾ കാണാൻ പറഞ്ഞാൽ എന്താണ്? കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. ഇവിടെ കാൽക്കുലേഷൻ വരുന്നത് എത്രയാണ്? കറണ്ട് അസറ്റ് 2 lakh ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി 1 lakh. അപ്പോൾ നമുക്ക് കറണ്ട് റേഷ്യോ എത്ര കിട്ടും? 2 ആണ് ആക്ച്വലി നമുക്ക് കറണ്ട് റേഷ്യോ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ദ കറണ്ട് റേഷ്യോ 2 മീൻസ് എന്താണ് ഈ കറണ്ട് റേഷ്യോ 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ കമ്പനി ഹാസ് 2 times മോർ അസറ്റ്സ് ദാൻ ലയബിലിറ്റി. അത് സേഫാണ്, ഹെൽത്തിയർ ആണ്. അതായത് കമ്പനിയുടെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് കമ്പനിക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്ത് യൂസ് ചെയ്തുകൊണ്ട്? കമ്പനിയുടെ ഷോർട്ട് ടേം അസറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതി പറയാം, കമ്പനിയുടെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ 2 times മീറ്റ് ചെയ്യാനുള്ള ഷോർട്ട് ടൈം അസറ്റ്സ് ഈ കമ്പനിക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ. ഇവിടെ കമ്പനിയുടെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 90,000 ആണ്. ഓക്കെ, 90K ആണ്. കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 1,20,000 ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് റേഷ്യോ ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇവിടെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 90,000 രൂപയാണ്, ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 1,20,000 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 0.75 ആണ്. അതായത് ഇത് മീൻ ചെയ്യുന്നത് എന്താണ്? കമ്പനി കനോട്ട് ഫുള്ളി പേ ഷോർട്ട് ടൈം ബിൽസ് ആണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം റിസ്ക്കിയാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, കമ്പനിയുടെ ലയബിലിറ്റി കിടക്കുന്നത് 1,20,000 ആണ്. അത് മീറ്റ് ചെയ്യേണ്ടത് എന്തായിട്ടാണ്? കറണ്ട് അസറ്റാണ്. പക്ഷേ ആ കറണ്ട് അസറ്റ് മിനിമം 1,20,000 രൂപ പോലും ഇല്ല, 90,000 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? പ്രോപ്പറായി കൊണ്ട് കമ്പനിയുടെ കറണ്ട് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലയബിലിറ്റീസ് കമ്പനിക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, കാരണം അത് റിസ്ക്കിയാണ് എന്നാണ് നമ്മളുടെ ഈ സെക്കൻഡ് പ്രോബ്ലത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മൂന്നാമത്തേതൊന്ന് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയും
കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 1,00,000 ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കാൽക്കുലേഷൻ വരുന്നത് എത്രയാണ്? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 5 ലക്ഷം, കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 1,00,000 അപ്പോൾ നമുക്ക് കിട്ടുന്നത് കറണ്ട് റേഷ്യോ 5 ആണ്. ഈ കറണ്ട് റേഷ്യോ 5 ആക്ച്വലി നോട്ട് എഫിഷ്യൻറ്റ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നോട്ട് എഫിഷ്യൻ്റ് ആണ്. അതായത് ടു മച്ച് ക്യാഷ് ഓർ ഇൻവെൻട്രി ലൈയിങ് ഐഡിൽ. അതായത് സിമ്പിളായിട്ട് മനസ്സിലാക്കിക്കോ, കറണ്ട് റേഷ്യോ എപ്പോഴും 1.5-ൻ്റെയും 2.5-ൻ്റെയും ഇടയിൽ വരുന്നതാണ് സേഫ് അല്ലെങ്കിൽ ഹെൽത്തി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കറണ്ട് റേഷ്യോ 5 എന്ന് പറയുന്നത് ആക്ച്വലി കറണ്ട് റേഷ്യോ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് കൂടുതലാണ്. ബിക്കോസ് ഓഫ് കാരണം എന്ന് പറയുന്നത് ഈ കറണ്ട് അസറ്റിൽ, ശ്രദ്ധിച്ച് കേട്ടോ, ഈ കറണ്ട് അസറ്റിൽ കൂടുതലായിട്ടും വരുന്ന ഐറ്റം എന്ന് പറയുന്നത് ക്യാഷും അതുപോലെ ഇൻവെൻട്രിയുമാണ്. ഓക്കെ, ഇൻവെൻട്രിയുമാണ്. അപ്പം ടു മച്ച് അല്ലെങ്കിൽ കറണ്ട് റേഷ്യോ കൂടുതൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? കമ്പനിക്ക് പ്രോപ്പറായിട്ട് അവിടുത്തെ ഇൻവെൻറ്ററീസ് ഒന്നും സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതുപോലെ ഓവർ ക്യാഷ് വരികയാണെങ്കിൽ എന്താണ്? അത് ബ്ലോക്ക്ഡ് ക്യാഷ് ആണ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, നമ്മളിവിടെ കറണ്ട് റേഷ്യോയുടെ ലെവൽസ് പറയും. എന്താണ്? കമ്പനിയുടെ കറണ്ട് റേഷ്യോ 1-ൽ കുറവാണെങ്കിൽ അത് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം കമ്പനി വീക്കാണ് അല്ലെങ്കിൽ റിസ്ക്കിയാണ്. ഓക്കെ, അതാണ് ഈ ഒരു കേസിൽ വരുന്നത്. കണ്ടോ, 1-ൽ കുറവാണ്. അതായത് 1-ൽ കുറവ് വരുമ്പോൾ എന്താണ്? കമ്പനിയുടെ കറണ്ട് ലയബിലിറ്റി വരുന്നതിനേക്കാൾ കുറവാണ് കമ്പനിയുടെ കറണ്ട് അസറ്റ്. കമ്പനിക്ക് പ്രോപ്പറായിട്ട് കമ്പനിയുടെ കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലയബിലിറ്റീസ് കമ്പനിക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ലയബിലിറ്റി ഈക്വൽ ടു 1. ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പനിക്ക് എത്രയാണോ കറണ്ട് ലയബിലിറ്റി ഉള്ളത് അത്ര തന്നെയാണ് കമ്പനിക്ക് കറണ്ട് അസറ്റ്സും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ഓക്കെ. കമ്പനിയുടെ ഷോർട്ട് ടൈം അസറ്റ്സ് വിറ്റുകൊണ്ട് കമ്പനിക്ക് ഷോർട്ട് ടൈം ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എത്രയാണ്? 1.5 ടു 2.5 എന്ന് പറയുന്നത് അതൊരു ഹെൽത്തിയാണ്, ഐഡിയൽ ആയിട്ടാണ്. ആ കേസാണ് നമ്മളുടെ ഈ ഒരു കേസ് എന്ന് പറയുന്നത്. കമ്പനിയുടെ കറണ്ട് ലയബിലിറ്റീസ് കറണ്ട് അസറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് പേ ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ കറണ്ട് റേഷ്യോ 3-ൽ കൂടുതലാണെങ്കിൽ അത് ടു ഹൈ ആണ്. അതുപോലെ തന്നെ കമ്പനിയുടെ കറണ്ട് റേഷ്യോ 5-ൽ കൂടുതലാണെങ്കിൽ അത് വാർണിംഗ് സൈനാണ്. അതാണ് നമ്മളുടെ ഇവിടെ എഴുതിയിട്ടുള്ള ഈ ഒരു നോട്ട് എഫിഷ്യൻ്റ്. അതായത് എന്താണ്? കമ്പനിയുടെ കറണ്ട് റേഷ്യോ 5 ആണ്. 5 എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു ഹൈ വാല്യൂ ആണ്. ഓക്കെ, ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? കമ്പനിയുടെ ക്യാഷും ഇൻവെൻട്രിയും അവിടെ ബ്ലോക്കാണ്. കമ്പനിക്ക് പ്രോപ്പറായിട്ട് കമ്പനിയുടെ ഇൻവെൻറ്ററീസ് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റാതെ കമ്പനിയിൽ കെട്ടിക്കിടക്കുകയാണ്. അതുപോലെ ക്യാഷ് ബ്ലോക്കുമാണ് എന്നാണ് ഹയർ കറണ്ട് റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നേരെ നമ്മൾ സ്ക്രീനറിൽ പോകുന്നു, കമ്പനീസിൻ്റെ കറണ്ട് റേഷ്യോസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ കറണ്ട് റേഷ്യോ നമ്മൾ കോമ്പറ്റീറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ പിയർ ഗ്രൂപ്പായിട്ട് അനലൈസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വരാം. അങ്ങനെ നമ്മൾ കറണ്ട് റേഷ്യോ അനാലിസിസിനായിട്ട് നമ്മൾ ഗൂഗിളിൽ സ്ക്രീനർ വെബ്സൈറ്റിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ കമ്പനി സെർച്ച് ചെയ്യുന്നു. നമ്മളിവിടെ TCS എന്ന് നമ്മൾ സെർച്ച് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ടാറ്റ കൺസൾട്ടൻസി വന്നിട്ടുണ്ട്. നമ്മുടെ സ്ക്രീനർ ഡാഷ്ബോർഡിൽ ഒരുപാട് നമ്മൾ ഇതുവരെ പഠിച്ച റേഷ്യോസ് എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത് കറണ്ട് റേഷ്യോ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഡാഷ്ബോർഡിൽ കറണ്ട് റേഷ്യോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇൻ കേസ് ഇല്ലെങ്കിൽ ഇവിടെ നേരെ താഴെ വന്നു കഴിഞ്ഞാൽ ആഡ് റേഷ്യോ ടു ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യുക? കറണ്ട് പ്രൈസിൻ്റെ താഴെയായിട്ട് കണ്ടല്ലോ കറണ്ട് റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടി കറണ്ട് റേഷ്യോ എത്രയാണ്? നമുക്ക് കിട്ടി കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 2.43 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് കറണ്ട് റേഷ്യോ എന്ന് ഒന്നുകൂടി പറയുകയാണ്. കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻ, ഓക്കെ, ആ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻ കമ്പനിക്ക് ഷോർട്ട് ടൈം അസറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു കറണ്ട് അസറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് പേ ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നാണ് ആക്ച്വലി കറണ്ട് റേഷ്യോ കാണിക്കുന്നത്. ഈ കറണ്ട് റേഷ്യോയുടെ ലെവൽ എങ്ങനെയായിരിക്കണം? 1-ന് താഴെയാണെങ്കിൽ അത് റിസ്കിയാണ്. ഓക്കെ, 1-ന് താഴെയാണെങ്കിൽ അത് റിസ്കിയാണ്. 1 ഇറ്റ് ഈസ് ഓക്കെ. ഓക്കെ, അതുപോലെ ഒരു ഐഡിയൽ ലെവൽ എന്ന് പറയുന്നത് എത്രയാണ്? 1.5-നും 2.5-നും ഇടയിലാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ള റേഞ്ച്. 3-ൻ്റെ മുകളിലേക്ക് എന്ന് പറയുന്നത് റിസ്കിയാണ്. അതുപോലെ തന്നെ 5-ന് മുകളിലേക്ക് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വാർണിംഗ് സൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കറണ്ട് റേഷ്യോ എത്രയാണ്? 2.43. ഈ 2.43 എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്?
ആക്ച്വലി 2.43 എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു കറണ്ട് റേഷ്യോ ലെവലിൽ നോക്കുമ്പോൾ ഐഡിയലാണ്, ഗുഡാണ്, ഹെൽത്തിയാണ്. ഓക്കെ, നമ്മളുടെ കറണ്ട് റേഷ്യോയുടെ ലെവലിൽ നോക്കുമ്പോൾ 1.5 2.5 അതിൻ്റെ ഉള്ളിലാണ് ആക്ച്വലി ടി സി എസിൻ്റെ കറണ്ട് റേഷ്യോ ലെവൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2.43 എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈ കറണ്ട് റേഷ്യോ 2.43 എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതായത് ഈ ടി സി എസിൻ്റെ ഓരോ ₹1 കറണ്ട് ലൈബിലിറ്റിക്കും ഓപ്പോസിറ്റ് പേ ഓഫ് ചെയ്യാനായിട്ട് 2.43 കറണ്ട് അസറ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, ഈ കമ്പനിക്ക്, അതായത് ടി സി എസിന് ഇതിൻ്റെ ഷോർട്ട് ടേം ലൈബിലിറ്റീസ് മീറ്റ് ചെയ്യാനായിട്ട് 2.43 മടങ്ങ് കഴിവുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, കഴിവുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് കറണ്ട് റേഷ്യോ, ലെവൽസ് എന്താണ്, അതുപോലെ കറണ്ട് റേഷ്യോ മീൻ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ പിയേഴ്സ് ആയിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണ്. പിയേഴ്സ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇൻഫോസിസ്. ഓക്കെ, ഇൻഫോസിസിൻ്റെ കറണ്ട് റേഷ്യോ എത്രയാണ്? ഇൻഫോസിസിൻ്റെ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 2.28 ആണ്. 2.28, അതായത് ഈ 2.28 എന്താ ഉദ്ദേശിക്കുന്നത്? ഓരോ ₹1 കറണ്ട് ലയബിലിറ്റിക്കും ഓപ്പോസിറ്റ് 2.28 കറണ്ട് അസറ്റ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? ഇൻഫോസിസിൻ്റെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് പേ ഓഫ് ചെയ്യാൻ 2.28 മടങ്ങ് എബിലിറ്റി ഉണ്ട്. അതാണ് നമ്മൾ ഇതിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ എച്ച് സി എൽ ടെക്കിൻ്റെ കറണ്ട് റേഷ്യോ എത്രയാണ്? 2.29 ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് ടെക് മഹീന്ദ്ര നോക്കാം. ടെക് മഹീന്ദ്രയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? കറണ്ട് റേഷ്യോ 1.83 ആണ്. ഓക്കെ, ഇറ്റ്സ് ഓൾസോ ഗുഡ്. ഓക്കെ, അപ്പോൾ എന്താണ് കറണ്ട് റേഷ്യോ? കറണ്ട് റേഷ്യോ ലെവൽസ് എന്താണ്? കറണ്ട് റേഷ്യോ ഫിഗർ മീൻ ചെയ്യുന്നത് എന്താണ് എന്നെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്യുക്ക് റേഷ്യോ ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്താണ് കറണ്ട് റേഷ്യോ, എങ്ങനെയാണ് കറണ്ട് റേഷ്യോ എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ക്യുക്ക് റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ ക്യുക്ക് റേഷ്യോയുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്യുക്ക് റേഷ്യോ മെഷർ ദാറ്റ് ഷോസ് how easily a company pays short-term bills using only its most liquid assets, cash and cash receivables without relying on inventory. അതായത് ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് റേഷ്യോ പോലെ തന്നെയാണ്. അതായത് കമ്പനിയുടെ ഷോർട്ട് ടേം ബിൽസ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലയബിലിറ്റീസ് ഷോർട്ട് ടൈം അസറ്റ്സ് ആയിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ പറ്റില്ല എന്ന് തന്നെയാണ്. പക്ഷെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്യുന്നത് മോസ്റ്റ് ലിക്വിഡ് അസറ്റ്സ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസറ്റ്സിനെ നമ്മൾ ലിക്വിഡ് അസറ്റ്സ് എന്നും അതുപോലെ തന്നെ ഹൈ ലിക്വിഡിറ്റി അസറ്റ് എന്നും ലോ ലിക്വിഡിറ്റി അസറ്റ് എന്നും വിളിച്ചിട്ടുണ്ട്. അതിൽ ക്യാഷ് റെസീവബിൾസ് ഇതൊക്കെ എന്താണ്? ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സുകളാണ്. പക്ഷേ ഇൻവെൻട്രി എന്ന് പറയുന്നത് ലോ ലിക്വിഡിറ്റി ആയിട്ടുള്ള അസറ്റ്സ് ആണ്. ഓക്കെ, അതായത് ഇൻവെൻട്രി നമുക്ക് വിറ്റ് കാശാക്കാൻ കുറച്ച് സമയമെടുക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ക്യുക്ക് റേഷ്യോയിൽ നമ്മൾ ഈ കറണ്ട് അസറ്റിൽ നിന്ന് നമ്മളുടെ ഇൻവെൻട്രി കുറച്ചിട്ടാണ് നമ്മൾ ക്യുക്ക് അസറ്റ് കാണുക. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞത് കുറച്ച് ഹാർഡായിട്ട് തോന്നാം. നമ്മളുടെ ഈ ഒരു വരികൾ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇൻവെൻട്രി ഈസ് എക്സ്ക്ലൂഡഡ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ക്യുക്ക് മണി. ഇൻവെൻട്രി വിറ്റ് നമുക്ക് പെട്ടെന്ന് കാശാക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ക്യുക്ക് റേഷ്യോ കാണുന്ന സമയത്ത് നമ്മൾ ആ ഇൻവെൻട്രി ഒന്ന് മൈനസ് ചെയ്യും. ഓക്കെ, ഇൻവെൻട്രി ഈസ് നോട്ട് കൺസിഡേഴ്സ് ബിക്കോസ് ഇറ്റ് കനോട്ട് ബി ക്വിക്ലി ടേൺഡ് ഇൻ ടു ക്യാഷ്. നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഇൻവെൻട്രി പെട്ടെന്ന് നമുക്ക് എന്താണ് കാശാക്കി മാറ്റാൻ വേണ്ടി പറ്റില്ല. കാരണം ഇൻവെൻട്രി എന്ന് പറയുന്നത് ഒരു ലോ ലിക്വിഡ് ആയിട്ടുള്ള ഒരു അസറ്റാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളുടെ ഈ ക്യുക്ക് റേഷ്യോയുടെ ഡെഫിനിഷൻ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ക്യുക്ക് റേഷ്യോ ഈസ് ഈക്വൽ ടു, സിമ്പിളാണ്. നമ്മൾ കറണ്ട് റേഷ്യോയിൽ എന്താണ് നമ്മളുടെ നമ്മളുടെ ഫോർമുല എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി അല്ലേ? അതൊന്നൊന്നുമില്ല. ഈ കറണ്ട് അസറ്റിൽ നിന്ന് നമ്മൾ ഈ ഒരു ഇൻവെൻട്രി ഒന്ന് മൈനസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ക്യുക്ക് അസറ്റ്. ഓക്കെ, ക്യുക്ക് അസറ്റ് കിട്ടും. അപ്പോൾ ക്യുക്ക് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് ഇൻവെൻട്രി ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇതാണ് ആക്ച്വലി നമ്മളുടെ ക്യുക്ക് റേഷ്യോയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് ക്യുക്ക് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടി ക്യുക്ക് റേഷ്യോ എന്താണെന്ന് പറയുകയാണെങ്കിൽ കമ്പനിയുടെ ഷോർട്ട് ടേം ബിൽസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ കമ്പനിയുടെ കറണ്ട് അസറ്റ്സ്, ഈ കറണ്ട് അസറ്റ്സിൽ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് പേ ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുന്നതാണ് ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെൻട്രി
ഇൻവെൻട്രി മൈനസ് ചെയ്ത് എന്നിട്ട് കറണ്ട് ലയബിലിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന മേജറായിട്ടുള്ള ഡൗട്ട് എന്ന് പറയുന്നത് എല്ലാ കമ്പനീസിനും ഇൻവെൻട്രി ഉണ്ടായിരിക്കുമോ എന്നുള്ളതാണ്. എല്ലാ കമ്പനീസിനും ഇൻവെൻട്രി ഉണ്ടായിരിക്കില്ല. അതായത് ഇൻവെൻട്രി കൂടുതലായിട്ടുള്ള റീറ്റെയിൽ സെക്ടേഴ്സ്, FMCG ഈ കമ്പനീസിനൊക്കെയാണ് ഇൻവെൻട്രി ഉണ്ടാവുക. നമ്മൾ IT സെക്ടർ, ബാങ്കിങ് സെക്ടർ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഇൻവെൻട്രീസ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് ഇൻവെൻട്രി ഇല്ലാത്തത് കൊണ്ട് തന്നെ കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെൻട്രി കുറയ്ക്കാനില്ല. അപ്പോൾ അവരുടെ ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ എന്താണ്, ആ സെയിം ഫിഗർ തന്നെയായിരിക്കും അവരുടെ ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ക്യുക്ക് റേഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 1 lakh rupees, ഇൻവെൻട്രി എന്ന് പറയുന്നത് 30,000 രൂപ, കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 50,000 രൂപ. ഇവിടെ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കറണ്ട് അസറ്റിൽ നിന്ന് നമ്മൾ ക്യുക്ക് അസറ്റ് കാണണം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടത്, ക്യുക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് ഇൻവെൻട്രി. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 1 lakh rupee, ഇൻവെൻട്രി എന്ന് പറയുന്നത് 30,000, ഡിവൈഡ് ചെയ്താൽ 70,000 നമുക്ക് കിട്ടി. ഇപ്പം നമുക്ക് എന്ത് കിട്ടി, ക്യുക്ക് അസറ്റ് കിട്ടി. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ക്യുക്ക് റേഷ്യോ ഫോർമുലയാണ്. ക്യുക്ക് റേഷ്യോടെ എന്താ ചെയ്യേണ്ടത്, ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി എത്രയാണ്, 1.4 ആണ്. അപ്പോൾ ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് 1.4 ആണ്. അതായത് ദ കമ്പനി ക്യാൻ സേഫ്ലി പേ ഇറ്റ് ഷോർട്ട് ടേം ബിൽസ് യൂസിങ് വിത്തൗട്ട് സെല്ലിംഗ് ഇൻവെൻട്രി. മനസ്സിലായല്ലോ. അതായത് 1 രൂപ, ഓക്കെ, 1 രൂപ കമ്പനിയുടെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് മേക്ക് ചെയ്യാൻ കമ്പനിയുടെ അടുത്ത് 1.4 ക്യുക്ക് അസറ്റ് ഉണ്ട്. ഓക്കെ, ഈ ക്യുക്ക് അസറ്റ് ഉണ്ട്. അതായത് കമ്പനിക്ക് കമ്പനിയുടെ ഇൻവെൻട്രീസ് സെല്ല് ചെയ്യാതെ തന്നെ കമ്പനിക്ക് കമ്പനിയുടെ ഷോർട്ട് ടൈം ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മളുടെ IT ടെക് ഇൻഡസ്ട്രികളിലൊക്കെ ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് ടിപ്പിക്കലി ഹയർ ആയിരിക്കും. അതായത് അവരുടെ കറണ്ട് റേഷ്യോ എന്താണ് അത് തന്നെയായിരിക്കും അവരുടെ ക്യുക്ക് റേഷ്യോ. ബിക്കോസ് ഓഫ് അവർക്ക് ഇൻവെൻട്രി മൈനസ് ചെയ്യാനില്ല. മോസ്റ്റ് ഓഫ് ദ ബാങ്ക്സിൻ്റെയും അതുപോലെ തന്നെയാണ്. ഓക്കെ, പക്ഷേ റീറ്റെയിൽ സെക്ടേഴ്സിൽ അവരുടെ ക്യുക്ക് റേഷ്യോ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ബിക്കോസ് ഓഫ് കാരണം എന്താണ്, അവരുടെ മെജോറിറ്റി അവരുടെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഇൻവെൻട്രി ആയിരിക്കും. ഓക്കെ, മെജോറിറ്റി അവരുടെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഇൻവെൻട്രീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവരുടെ കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെൻട്രി മൈനസ് ചെയ്താൽ ചെറിയൊരു എമൗണ്ട് മാത്രമേ അവർക്ക് ക്യുക്ക് അസറ്റ് ആയിട്ടുണ്ടാവൂ. ഓക്കെ, അപ്പം IT എന്ന് പറയുന്നത് വെരി ഹൈ ലിക്വിഡിറ്റി, ബാങ്കും അതുപോലെ തന്നെ ഒരു മോഡറേറ്റ് ലിക്വിഡിറ്റിയാണ്. അതുപോലെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ലോ ലിക്വിഡിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കറണ്ട് റേഷ്യോ എങ്ങനെയാണോ നോക്കിയത് അതുപോലെ തന്നെ നമുക്ക് ക്യുക്ക് റേഷ്യോ ഒന്ന് പ്രോപ്പറായിട്ട് സ്ക്രീനറിൽ മനസ്സിലാക്കിയിട്ട് വരാം. അങ്ങനെ എഗെയിൻ നമ്മൾ ക്യുക്ക് റേഷ്യോ അനാലിസിസിനായിട്ട് നമ്മൾ സ്ക്രീനർ വെബ്സൈറ്റിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ ആദ്യം തന്നെ എന്താണ്, നമ്മൾ TCSലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ TCS നമ്മൾ ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്താണ്, നമ്മൾ കറണ്ട് റേഷ്യോ അല്ല, നമ്മൾ ക്യുക്ക് റേഷ്യോ ആണ് കാണേണ്ടത്. അതുകൊണ്ട് ക്യുക്ക് റേഷ്യോ ഡാഷ്ബോർഡിൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്യുക്ക് എന്ന് ടൈപ്പ് ചെയ്യുക, ഇവിടെ ക്യുക്ക് റേഷ്യോ വരും. ഓക്കെ, ഇവിടെ നോക്കൂ നിങ്ങൾ, ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് 2. ഓക്കെ, നോക്കൂ 2.43. അതായത് TCSൻ്റെ കറണ്ട് റേഷ്യോ എത്രയുണ്ട് അത് തന്നെയാണ് അതിൻ്റെ ക്യുക്ക് റേഷ്യോ. ഇതിൻ്റെ റീസൺ എന്താണ്, നമ്മൾ ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെൻട്രി മൈനസ് ചെയ്ത് അതിനെ നമ്മൾ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഇവിടെ ഇൻവെൻട്രി മൈനസ് ചെയ്യാനില്ല. അപ്പോൾ കറണ്ട് റേഷ്യോ എത്രയാണോ അത് തന്നെയായിരിക്കും ക്യുക്ക് റേഷ്യോ എന്നുള്ളത്. ഓക്കെ, നമുക്ക് മറ്റു IT സെക്ടേഴ്സ് നോക്കാം. ഇൻഫോസിസ് നോക്കൂ, ഇൻഫോസിസിൻ്റെ നോക്കൂ, കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 2.28 ആണ്, ക്യുക്ക് റേഷ്യോയും 2.28 ആണ്. ബിക്കോസ് ഓഫ് കാരണം ഇൻവെൻട്രി മൈനസ് ചെയ്യാനില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ HCL ടെക് എത്രയാണ്, കറണ്ട് റേഷ്യോ 2.29, ക്യുക്ക് റേഷ്യോയും 2.29 തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം വിപ്രോ നോക്കൂ നിങ്ങൾ, വിപ്രോയുടേത് കറണ്ട് റേഷ്യോ 2.26 ആണ്, എന്നാൽ ഇവിടെ ക്യുക്ക് റേഷ്യോ 2.25 ആണ്. ഓക്കെ, അപ്പോൾ എന്തോന്ന് ചില്ലറ ഇൻവെൻട്രി എന്തോന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മളെന്താണ്, ടെക് മഹീന്ദ്ര നോക്കൂ, ടെക് മഹീന്ദ്രയുടെ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 1.83 ആണ്, ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് 1.82 ആണ്. ഓക്കെ, എന്തോ ഒരു പൈസ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നിരുന്നാലും മോസ്റ്റ് ഓഫ് ദ ടൈം എന്താണ്, നമ്മളുടെ ടെക് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ IT ഇൻഡസ്ട്രി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻവെൻട്രീസ് വളരെയധികം കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവരുടെ ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എന്താണോ കറണ്ട് റേഷ്യോ അതുപോലെ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ ബാങ്കിങ് സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ HDFC, അവരുടെയും നോക്കൂ നിങ്ങൾ, എന്താണോ കറണ്ട് റേഷ്യോ അതുപോലെ തന്നെയാണ് അവരുടെ ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത്. അവർക്ക് ഇൻവെൻട്രീസ് മൈനസ് ചെയ്യാനില്ല. നെക്സ്റ്റ് നമുക്ക് എന്താണ്,
ICICI ബാങ്ക് നോക്കാം. ICICI ബാങ്കിൻ്റെ നോക്കൂ, കറണ്ട് റേഷ്യോ എന്താണ്? 1.65 ആണ്. അത് തന്നെയാണ് ആക്ച്വലി എന്ത് അവരുടെ ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ, ആക്സിസ് ബാങ്ക്. ആക്സിസ് ബാങ്കിലേക്ക് നോക്കൂ, അവരുടെ കറണ്ട് റേഷ്യോ എന്താണ്? പക്ഷെ അതുപോലെ അവരുടെ ക്യുക്ക് റേഷ്യോ നോക്ക്, സെയിം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് റീറ്റെയിൽ സെക്ടറിലേക്ക് വരാം. നമുക്ക് ഡി മാർട്ട് ഒന്ന് നോക്കാം, സൂപ്പർ മാർട്ട്. ഓക്കെ, ഡി മാർട്ട്. ഓക്കെ, അവന്യൂ സൂപ്പർ മാർട്ട്. ഇവിടെ നോക്ക്, അവരുടെ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 2.49 ആണ്. ഓക്കെ, 2.49 ആണ്. അവരുടെ ക്യുക്ക് റേഷ്യോ നോക്ക്, 0.46. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ ഇൻവെൻട്രി എത്രത്തോളം ഉണ്ടെന്ന്. ഓക്കെ, അവരുടെ ഇൻവെൻട്രി എത്രത്തോളം ഉണ്ട്. ഇവിടെ ക്യുക്ക് റേഷ്യോ 0.46 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? കമ്പനിക്ക് ₹1 കറണ്ട് ലയബിലിറ്റി കമ്പനിക്ക് മീറ്റ് ചെയ്യാനായിട്ട് ഓപ്പോസിറ്റ് 0.46 എന്തുള്ളൂ? അസറ്റുള്ളൂ. എന്തസറ്റ്? ക്യുക്ക് അസറ്റുള്ളൂ. ക്യുക്ക് അസറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഇങ്ങനെ നോക്കാം. കറണ്ട് റേഷ്യോ എന്താ ഉദ്ദേശിക്കുന്നത്? 2.49. കമ്പനിയുടെ ഷോർട്ട് ടൈം ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനായിട്ട് 2.49 മടങ്ങുണ്ട്. പക്ഷേ ക്യുക്ക് റേഷ്യോയിലേക്ക് വരുമ്പോൾ എന്താവും? അവരുടെ ഇൻവെൻട്രീസ് എല്ലാം മൈനസ് ചെയ്യും. ഇൻവെൻട്രി നോട്ട് എ ഹൈ ലിക്വിഡ് അസറ്റ്. ഇൻവെൻട്രി എന്ന് പറയുന്നത് അത് വിറ്റ് കാശാക്കാൻ സമയമെടുക്കും. അതുകൊണ്ട് ക്യുക്ക് റേഷ്യോ അല്ല കണ്ടത്. അപ്പം നമുക്ക് ക്യുക്കായിട്ട് റിസൾട്ട് വേണം. നമ്മൾ ഇൻവെൻട്രി അങ്ങ് മാറ്റും. ഇൻവെൻട്രി മാറ്റിക്കഴിഞ്ഞാൽ എന്താണ്? അവരുടെ കറണ്ട് അസറ്റ്സ് നന്നായിട്ട് കുറയും. അതുകൊണ്ടാണ് ആക്ച്വലി എന്ത് ക്യുക്ക് റേഷ്യോ വളരെയധികം കുറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പിയേഴ്സായിട്ട് നോക്കൂ. ഓക്കെ, വി മാർട്ട് അവരുടെ കറണ്ട് റേഷ്യോ നോക്കൂ നിങ്ങൾ, 0.19 ആണ്. ഓക്കെ, 0.19 ആണ്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഷോപ്പേഴ്സ് സ്റ്റോപ്പ് നോക്കുകയാണെങ്കിൽ എത്രയാണ്? കറണ്ട് റേഷ്യോ 0.84 ആണ്. അത് ഓൾമോസ്റ്റ് 1 താഴെയാണ്. അത് കുറച്ച് റിസ്ക്കിയാണ്. ക്യുക്ക് റേഷ്യോ നോക്കൂ, അതിൽ നിന്ന് ഇൻവെൻട്രി കൂടി മൈനസ് ചെയ്യുമ്പോൾ 0.19. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്യുക്ക് റേഷ്യോ നോക്കുന്ന സമയത്ത് 1.5 ഇതൊക്കെ എന്താണ്? ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ലെവലാണ്. ഓക്കെ, ഒരു ഐഡിയൽ ആയിട്ടുള്ള ലെവലാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ IT ഇൻഡസ്ട്രി, ഇപ്പോൾ നമ്മൾ IT സെക്ടറിൽ നോക്കിയല്ലോ, TCSൻ്റെത് മോർ ദാൻ 2 ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്? അത് ഒരു വാർണിംഗ് ഇഷ്യൂ ആണ്. പക്ഷേ എന്താണ്? അവർക്ക് ഇൻവെൻട്രി മൈനസ് ചെയ്യാനില്ല. അപ്പം നമ്മൾ ഈ ലിക്വിഡിറ്റി റേഷ്യോ നോക്കുന്ന സമയത്ത് നമ്മളുടെ ക്യുക്ക് റേഷ്യോനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് പേഴ്സണലി തോന്നുന്നത് ആക്ച്വലി കറണ്ട് റേഷ്യോ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മളുടെ 2 റേഷ്യോസ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ അനലൈസ് ചെയ്തു. നമ്മൾ പ്രോപ്പറായിട്ട് സ്ക്രീനറിൽ പോയിട്ട് ഓരോ റേഷ്യോസും മീൻ ചെയ്യുന്നത് എന്താണ്, അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ഒരു പിയർ ഗ്രൂപ്പ് അനാലിസിസും നമ്മൾ ആക്ച്വലി നടത്തി. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മളുടെ സെഷൻ്റെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് ലിക്വിഡിറ്റി റേഷ്യോ ആണ്. ഓക്കെ, ലിക്വിഡിറ്റി റേഷ്യോ ആണ്. എന്താണ് ലിക്വിഡിറ്റി റേഷ്യോ? അതിൻ്റെ ഡെഫിനിഷൻ കാര്യമെല്ലാം നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞു. ലിക്വിഡിറ്റി റേഷ്യോനെ നമ്മൾ 2ആയിട്ട് തിരിച്ചു. എന്താണ്? കറണ്ട് റേഷ്യോ എന്നും ക്യുക്ക് റേഷ്യോ എന്നും. ഓക്കെ, ഇതിൽ കറണ്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കമ്പനിയുടെ കറണ്ട് ലയബിലിറ്റീസ് കമ്പനിയുടെ കറണ്ട് അസറ്റായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുന്നതാണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ കറണ്ട് റേഷ്യോയുടെ ലെവൽസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. പിയർ ഗ്രൂപ്പ് അനാലിസിസും പ്രോപ്പറായിട്ട് നടത്തി. ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ലിക്വിഡിറ്റി അസറ്റ്സ്, അതായത് കമ്പനിയുടെ കറണ്ട് അസറ്റ്സിൽ തന്നെ ഹൈ ലിക്വിഡ് അസറ്റ്സ് ഉണ്ടാവാം, ലോ ലിക്വിഡിറ്റി അസറ്റ് ഉണ്ടാവും. അതിൽ മേജറായിട്ടുള്ള ലോ ലിക്വിഡിറ്റി അസറ്റാണ് ഇൻവെൻട്രി. അതുകൊണ്ട് ഇൻവെൻട്രി മൈനസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ കാൽക്കുലേഷൻ ചെയ്ത് റേഷ്യോ കണ്ടുപിടിക്കുന്നതാണ് ഈ ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് നമ്മളുടെ റേഷ്യോ, ഫൈനാൻഷ്യൽ റേഷ്യോസ് നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. പാർട്ട് 1 നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ പറഞ്ഞു. പാർട്ട് 2 നമ്മൾ എന്താണ് മാർക്കറ്റ് വാല്യൂഷൻ റേഷ്യോ പറഞ്ഞു. തേർഡ് പാർട്ടിൽ നമ്മൾ ലിവറേജ് റേഷ്യോ പറഞ്ഞു. ഇപ്പം നമ്മളുടെ ഫോർത്ത് പാർട്ടിൽ നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസും പറഞ്ഞു. അപ്പോൾ നമ്മളെന്താണ് ടോട്ടലി നമ്മളെന്താണ് ഫൈനാൻഷ്യൽ റേഷ്യോസ് നല്ല പക്കയായിട്ട് നമ്മൾ കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ അവിടെ നമ്മൾ മെയിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇതുവരെ സെഷൻ കണ്ടിരുന്നവരോട് മാത്രമായിട്ട് പറയട്ടെ, താങ്ക് യു.